ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു എസ് എഫ് ഐയുടെ സമരം. നീറ്റും നെറ്റും ഉൾപ്പെടെയുള്ള വിവിധ രാജ്യത്തെ മത്സര പരീക്ഷകൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സംസ്ഥാനത്തിനകത്ത് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ കേരളത്തിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായി സർവകലാശാല പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ ചാൻസലർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റികൾ എല്ലാ ഫെഡറൽ തത്വങ്ങളെയും വെല്ലുവിളിക്കുന്ന നിലയിലുള്ളതാണ്. ഇതുൾപ്പെടെയുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു എസ് എഫ് ഐയുടെ സമരം. ആ സമരത്തിൻ്റെ ഭാഗമായി ഇന്നലെ സംഘടിപ്പിച്ച രാജ്ഭവൻ മാർച്ചിനെ തുടർന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ, എസ് എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ അഫ്സൽ, ഹസൻ മുബാറക്ക്, വിചിത്ര ഉൾപ്പെടെ 9ഓളം സഖാക്കൾ നിലവിൽ റിമാൻഡിലാണ്, തടവറയിലാണ്. ഈ ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുള്ളത്. അതിശക്തമായി വിദ്യാർത്ഥി പിന്തുണയോടുകൂടെ വിദ്യാർത്ഥികളെ മുഴുവൻ തെരുവിൽ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ സമരത്തിന് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കും. ഇതിൻ്റെ കൂടി ചേർത്തുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമുക്കറിയാം നേരത്തെ കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ നടത്തിയിട്ടുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ട്, ആ നോമിനേഷനുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ചാൻസലർക്ക് ആ പേരുകൾ ലഭ്യമായത് എന്ന ചോദ്യം എസ് എഫ് ഐ ആ ഘട്ടത്തെയൊക്കെ ആവർത്തിച്ചുയർത്തിയതാണ്. RSSന്റെ ആസ്ഥാനത്ത് നിന്നും എഴുതി കൊടുക്കപ്പെട്ടവയാണ് ചാൻസലർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത പേരുകൾ എന്ന എസ് എഫ് ഐയുടെ വാദം ശരിവെക്കുന്നതായിരുന്നു അതിൻ്റെ തുടർച്ചയിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങളൊക്കെ തന്നെ. അതിൻ്റെ തുടർച്ചയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാകുകയും 4 വിദ്യാർത്ഥി പ്രതിനിധികളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയും മാറ്റി നിശ്ചയിക്കുന്നതിന് വേണ്ടി ചാൻസലറോട് ആവശ്യപ്പെടുന്ന നിലയുണ്ടായി. സ്വാഭാവികമായും അങ്ങനെ മാറ്റി നിശ്ചയിക്കാൻ ആവശ്യപ്പെട്ട ഘട്ടത്തിൽ സർവകലാശാല വീണ്ടും ഏറ്റവും മെറിറ്റോറിയസ് ആയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ചാൻസലർക്ക് അയക്കുകയും, എന്നാൽ വീണ്ടും സമാനമായ നിലയിൽ മുൻപ് എങ്ങനെയായിരുന്നു ഇടപെട്ടത് അതേ നിലയിൽ തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് നൽകപ്പെട്ട ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പുതുതായി 4 വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുന്ന നിലയാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ നോമിനേഷൻ പുറത്തേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇത് കേവലം സെനറ്റിലേക്കുള്ള അല്ലെങ്കിൽ ഭരണസമിതികളിലേക്കുള്ള നോമിനേഷൻ മാത്രമായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല. ഇതിൻ്റെ ഗൗരവം മുൻഘട്ടങ്ങളിലെ സമരത്തിലൊക്കെ തന്നെ എസ് എഫ് ഐ സൂചിപ്പിച്ചു പോയിട്ടുള്ളതാണ്. നമ്മുടെ സർവകലാശാലകളുടെ ഭരണസമിതി പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘപരിവാറിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാലിക്കറ്റ് സിൻഡിക്കേറ്റിലേക്ക് ഒരു BJP പ്രതിനിധി കടന്നു വരികയാണ്, ഒരു RSSകാരൻ കടന്നു വരികയാണ്. ഇപ്പോൾ കേരള ഉൾപ്പെടെ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. ജനാധിപത്യപരമായി അക്കാദമിക ലോകത്ത് നിൽക്കുന്ന സർവകലാശാല സമൂഹം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിലും ജനാധിപത്യപരമായി ഈ ആളുകൾക്ക് സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കകത്തേക്ക് എത്താൻ വേണ്ടി കഴിയില്ല. അപ്പോൾ പിൻവാതിലിലൂടെ ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ പദവി പൂർണ്ണമായും ദുരുപയോഗം ചെയ്തുകൊണ്ട് RSSന്റെ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകളെ സർവകലാശാല ഭരണസമിതികൾക്കകത്തേക്ക് കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതിനെതിരായി സമരം ചെയ്യേണ്ടുന്നത് അല്ലെങ്കിൽ ഇതിനെതിരായ പ്രതിരോധം തീർക്കേണ്ടത് കേവലം അക്കാദമിക സമൂഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. സർവകലാശാലകൾ ഈ നാടിൻ്റെതാണ്. പറയാം, നമ്മുടെ സർവകലാശാല ഭരണസമിതിക്കകത്തേക്ക് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ആളുകൾ സർവകലാശാല ഭരണസമിതിക്കകത്തേക്ക് ജനാധിപത്യപരമായി കടന്നു വരാറുണ്ട്. അപ്പോൾ ഈ നാടൊന്നടങ്കമാണ് സർവകലാശാലകളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ ശ്രമം എങ്ങനെയാണോ മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റു പല കേന്ദ്ര സർവകലാശാലകളിലും പോയ കാലത്ത് നമ്മൾ കണ്ടത്, സർവകലാശാലയുടെ അക്കാദമിക് അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി സിലബസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കകത്ത് തെറ്റായി ഇടപെടുന്നതിന് വേണ്ടിയൊക്കെ RSSന്റെ അജണ്ടയുടെ ഭാഗമായി നടത്തിയ ശ്രമങ്ങൾ അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ചെറുക്കുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളും മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എസ് എഫ് ഐക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിശക്തമായ സമരങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ എസ് എഫ് ഐ നേതൃത്വം കൊടുക്കും.